നിങ്ങളെ ഇതുപോലെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് പറയാനാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. മൂല്യമുള്ളൊരു വിദ്യാഭ്യാസമാണ്. ബാപ്പാനിമാനെ നോക്കണ്ട എന്നൊരു മതവും പറയുന്നില്ല, ഒരു അച്ഛനെ അമ്മയെ നോക്കണ്ട എന്ന് ഒരു ഹൈന്ദവ മതവും പറയുന്നില്ല, ക്രിസ്തീയ മതവും പറയുന്നില്ല, ഇസ്ലാം പ്രത്യേകിച്ച് പറയുന്നില്ല. ഉമ്മാന്റെ കാൽനടിയിലാണ് സ്വർഗമെന്ന് പഠിപ്പിക്കുന്ന മതമാണല്ലോ ഇസ്ലാം. സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വെട്ടിച്ചിറ മഹലിലെ SYS SKSSF സ്പാർക്ക് 2024 എന്ന പ്രോഗ്രാമിലൂടെ മഹലിൽ ഈ വർഷം SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങാണ്. ചടങ്ങിൻ്റെ ഉദ്ഘാടനവും കുട്ടികൾക്കുള്ള മൊമൻറ്റോ വിതരണത്തിൻ്റെ ഉദ്ഘാടനവും ബഹുമാനപ്പെട്ട MLA ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിച്ചു. വളരെ പ്രതീക്ഷയോടുകൂടി SSLCയും +2 പരീക്ഷയും അതുപോലെ തന്നെ മദ്രസ പരീക്ഷയും കഴിഞ്ഞ് അതിൽ ഉന്നതമായ വിജയം നേടി ഇനി നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴികൾ കൃത്യമായി നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് കൃത്യമായി ഒരു വിലയിരുത്തൽ നിങ്ങളുടെ മുന്നിൽ നൽകുക എന്നുള്ള ഉദ്ദേശമാണ് നമ്മൾ ഈ പരിപാടി കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. വെട്ടിച്ചിറ മഹലിൽ SKSF SYS കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ പരിപാടി ഞങ്ങളുടെ സംഘാടകർ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ അറിയാം. ഭൗതികമായ പഠനത്തിലേക്ക് നാം പോകുമ്പോൾ ഇസ്ലാമികമായ ചിന്തകൾ ഒഴിവാക്കിക്കൊണ്ടു പോകുന്ന ഒരു പുതിയ തലമുറയാണ് നമ്മൾ കാണുന്നത്. IAS കളക്ടർ ആകണമെന്നോ എൻ്റെ മറ്റുള്ള ജാഗ്രതാണ്. പക്ഷേ മകനാണെങ്കിലോ ഡോക്ടറാകണമെന്നോ, മകനാണെങ്കിലോ പത്രബോധനാകണമെന്നോ, മകനാണെങ്കിലോ അഡ്വക്കറ്റാകണം. അതുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് നിങ്ങൾ ഈ നാടിനെയും നിങ്ങളുടെ ബാപ്പയെയും നിങ്ങളുടെ ഉമ്മയെയും നിങ്ങളുടെ അച്ഛനെയും നിങ്ങളുടെ അമ്മയെയും ഈ പ്രസ്ഥാനങ്ങളെയും നിങ്ങളെ സഹായിക്കാൻ വന്ന ആളുകളെയും വിട്ടേച്ചു പോയി ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. കാരണം അവിടെയാണ് വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് പഠിച്ച് പിന്നെന്താണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ നിങ്ങൾ ഇനി വലിയ പിന്നെന്താണ് പഠനം നടത്തി ഉന്നത മേഖലകളിലൊക്കെ പോയി എവിടെ ലോകത്തിൽ ഏത് ഭാഗത്ത് പോയി പഠനം നടത്തി സർട്ടിഫിക്കറ്റ് കിട്ടി വലിയ ജോലി കിട്ടി. വലിയ ജോലി കിട്ടി നിങ്ങൾക്ക് പണം കിട്ടും. പണം കിട്ടുമ്പോൾ നിങ്ങൾക്ക് സുഖകരമായി ജീവിക്കാം. അങ്ങനെയാണ് പുറത്തു പോയി ആളുകൾ ജീവിക്കുന്നത്. സ്വതന്ത്രമായി ജീവിക്കാം. ആരോടും ചോദിക്കണ്ട, ആരോടും പറയണ്ട, ഒരാളും ശ്രദ്ധിക്കില്ല. ഇഷ്ടാനുസരണം നടക്കാം, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം. ഇഷ്ടമുണ്ടെങ്കിൽ പള്ളിയിൽ പോകാം, ഇഷ്ടമുണ്ടെങ്കിൽ പള്ളിയിൽ പോകണ്ട. വിശ്വാസത്തിന്റെ ആ ഒരു അടിയിറച്ച വ്യക്തിത്വമായ വ്യക്തിത്വം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാം. അല്ലെങ്കിൽ ആരും ചോദിക്കില്ല, ആരെയും പറയില്ല. അപ്പം അങ്ങനെ പോകുമ്പോൾ എന്തായി, നിങ്ങളെ പ്രസവിച്ച, നിങ്ങളെ വളർത്തി വലുതാക്കിയ, നിങ്ങളെ സഹായിച്ച നിങ്ങളുടെ രക്ഷിതാക്കൾ, നിങ്ങളുടെ സംഘടനകൾ, നിങ്ങളുടെ ഈ നാട്, നിങ്ങളുടെ ഈ പ്രദേശം, നിങ്ങൾക്ക് വേണ്ടി പഠനത്തിന് വേണ്ടി ചെലവഴിച്ച ഈ നാട്ടിന്റെ പണം, ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഇതിനൊക്കെ കൈവച്ച് നിങ്ങളുടെ സുഖം നോക്കി പോകുമ്പോൾ എന്തായി, ഒരു ഉത്തരവാദിത്തമില്ലാത്ത ആളുകളായി നമ്മൾ മാറുന്നുണ്ട്. അങ്ങനെ ഉത്തരവാദിത്തമില്ലാത്ത ആളുകളായി മാറുന്നതിന് വേണ്ടിയല്ല സമൂഹം നിങ്ങളെ ഇതുപോലെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് പറയാനാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. മൂല്യമുള്ളൊരു വിദ്യാഭ്യാസമാണ്. ബാപ്പാനിമാനെ നോക്കണ്ട എന്നൊരു മതവും പറയുന്നില്ല, ഒരു അച്ഛനെ അമ്മയെ നോക്കണ്ട എന്ന് ഒരു ഹൈന്ദവ മതവും പറയുന്നില്ല, ക്രിസ്തീയ മതവും പറയുന്നില്ല, ഇസ്ലാം പ്രത്യേകിച്ച് പറയുന്നില്ല. ഉമ്മാന്റെ കാൽനടിയിലാണ് സ്വർഗമെന്ന് പഠിപ്പിക്കുന്ന മതമാണല്ലോ ഇസ്ലാം. അപ്പം ആ ഒരു അർത്ഥത്തിൽ ഉമ്മയെ നോക്കാതിരിക്കുന്ന, ബാപ്പയെ നോക്കാതിരിക്കുന്ന, അച്ഛനെയും അമ്മയെയും നോക്കാതിരിക്കുന്ന, നിങ്ങളുടെ പ്രായമായ നിങ്ങളുടെ ചുറ്റുപാടുള്ള പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ തിരിഞ്ഞു നോക്കാത്ത, അല്ലെ, റസൂലിനെ പഠിപ്പിച്ച് എന്റെ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ അയൽക്കാരനെ നോക്കണം എന്നാണ്. ആ അയൽക്കാരനെ ഹിന്ദു ആണോ മുസ്ലിം ആണോ ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചില്ല. അയൽക്കാരനെ പറഞ്ഞോളൂ.
അയാൾക്കാർ നല്ലൊരു ഹിന്ദു ആണെന്ന് വിചാരിച്ചത്, ക്രിസ്ത്യാനിയാണെന്ന് വിചാരിച്ചത്, മുസ്ലിമാണെന്ന് വിചാരിച്ചത്. ഓന് പട്ടിണി കിടക്കാണ് അവിടെ. ആ പട്ടിണി കിടക്കുന്ന നേരത്തെ നിങ്ങളുടെ സന്തോഷകരമായി സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നുവെങ്കിൽ, അതിന് സമയം ചെലവഴിക്കുന്നുവെങ്കിൽ, നിങ്ങൾ എന്നിൽപ്പെട്ടവനല്ല എന്ന് പഠിപ്പിക്കുന്ന പ്രവാചകന്റെ ആ ചര്യ, ആ മൂല്യം, ആ മാനവികത, ആ മനുഷ്യത്വം നമുക്ക് നഷ്ടപ്പെട്ടു. വളരെ സന്തോഷമുണ്ട് ഇത്തരം ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. പങ്കെടുക്കാൻ സാധിച്ചതിൽ സർവശക്തനായ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഉന്നതങ്ങളിലും ഉയരങ്ങളിലും എത്തി ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാന്യതയുടെയും മൂല്യത്തിന്റെയും മാനവികതയുടെയും കൂടെയുള്ള പ്രവർത്തനങ്ങളിൽ നിൽക്കാൻ നിങ്ങളുടെ വിദ്യാഭ്യാസവും ഉന്നതിയും ഉയർച്ചയും ഉപകാരപ്രദമാക്കാൻ സാധിക്കട്ടെ. അതിന് സർവശക്തനായ ദൈവം തുണക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് SYSSKSF നടത്തുന്ന ഈ സ്പാർക്ക് 24 എന്ന ഒരു സ്പാർട്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ തിരികൊളുത്തുകയാണ്, അല്ലെ, നിങ്ങളെ ചൂടാക്കുകയാണ്. അപ്പൊ ആ സ്പാർക്ക് 24ന്റെ ഔപചാരികമായ തുടക്കം പരമകാരുണ്യകനായ അല്ലാഹുവിന്റെ നാമത്തിൽ തുടക്കം കുറിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒന്നാമത്തെ മനോഭാവം. രണ്ട് രീതിയിലാണ് തൊഴിലെടുക്കുക. ഒന്ന്, പെട്ടെന്ന് പൈസ ഉണ്ടാക്കുന്ന തൊഴിലുകളുണ്ട്. കുറച്ച് സാവധാനം സമയം ചെലവഴിച്ചിട്ട് നമ്മൾ സാമ്പത്തിക ശേഷി നേടിയെടുക്കുന്ന തൊഴിലുകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം പഠനങ്ങളുണ്ട്. അതിൽ മിക്കവാറും പഠനങ്ങളൊക്കെ പറയുന്നത് ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത്, നമുക്കറിയാം ബ്രോക്കറിങ് അങ്ങനത്തെ കുറെ സാധനങ്ങൾ പെട്ടെന്ന് പൈസ ഉണ്ടാകും. ഒറ്റ ബിസിനസ്സിൽ തന്നെ ലക്ഷങ്ങൾ കിട്ടുന്ന അറിയുന്ന പ്രോഗ്രാമുകളുണ്ട്. എന്നാൽ സാവധാനം 10-20 വർഷം കൊണ്ട് സാമ്പത്തിക ശേഷി നേടിയെടുക്കുന്ന തരം തൊഴിലുകളുണ്ട്. ഇതിൽ എല്ലാ ഗവേഷണങ്ങളും പറയുന്നത് ഒരു സാവധാനം നേടിയെടുക്കുന്ന സാമ്പത്തിക ശേഷി ഉണ്ടാക്കുന്ന തൊഴിലുകൾക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ എന്നുള്ളത് പല പഠനങ്ങളും പറയുന്നു. പെട്ടെന്ന് പണം ഉണ്ടാക്കുന്ന ഏത് സംവിധാനവും അത് പെട്ടെന്ന് തന്നെ അസ്തമിക്കാനും സാധ്യതയുണ്ട്. ധാരാളം പഠനങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഒന്ന്, വളരെ സാവധാനം സാമ്പത്തികമായി നേട്ടം ഉണ്ടാക്കുന്ന തൊഴിലുകളെ കുറിച്ച്, സ്വയം തൊഴിലാവാം, കൃഷിയാവാം, കച്ചവടമാവാം, എന്നെ പോലെയുള്ള അധ്യാപനമാവാം, ധാരാളം മേഖലകളുണ്ട്. അതുപോലെ കൃത്യമായിട്ട് നമ്മളുടെ മതസൗഹാർദ്ദം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രാഷ്ട്രീയ സംഘടനകളും മറ്റുള്ള സംഘടനകളിലൊക്കെ പ്രോഗ്രാമുകളും അതിനൊക്കെ മുൻതൂക്കം നൽകുന്നുണ്ടെങ്കിലും നമ്മുടെ മുസ്ലിം സമൂഹത്തിലുള്ള ഒരു ഐക്യം ഉണ്ടാക്കിയെടുക്കുന്നത് അനിവാര്യമാണ് എന്ന് അതിൻ്റെ കറക്റ്റായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ കീഴ്ഘടകങ്ങൾക്കൊക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാമിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അൽഹംദുലില്ലാ, അങ്ങനെയുള്ള ഒരു സാഹചര്യം നമ്മളുടെ നാടിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഇത്തരം സംഘടനകൾക്കും രാഷ്ട്രീയമാണെങ്കിലും മതസംഘടനകളായാലും അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഇതുപോലുള്ള സംഘടനകൾക്ക് ആശംസകൾ അർപ്പിക്കുകയാണ്. അൽഹംദുലില്ലാ, ഈ സമയത്ത് ഇത്രയും നല്ലൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച ഇവിടുത്തെ SYSന്റെയും SKSSFന്റെയും അതുപോലെ തന്നെ മദ്രസ മാനേജ്മെൻറ്റിൻ്റെയും ഇവിടുത്തെ നേതാക്കളുടെയും ഈ ശ്രമത്തെ അംഗീകരിക്കുന്നതോടൊപ്പം എല്ലാവിധ ആശംസകളും പഞ്ചായത്തിൻ്റെ ഒരു എളിയ ഭാരവാഹി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് അർപ്പിക്കുകയാണ്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്താൻ ജഗനിയന്താവായ നാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. അസ്സലാമു അലൈക്കും. സന്തോഷമുണ്ട്. MLAക്ക് പുറമെ വിദ്യാഭ്യാസ രംഗത്ത് വളരെ അനുഭവ സമ്പത്തുള്ള ഒരു മഹൽ വ്യക്തിയാണ് ഞങ്ങളുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് എന്നത്. 2-3 വിഭാഗത്തിന് മാത്രമാണ് നമ്മുടെ MLA മൊമെന്റോ വിതരണം ചെയ്യുന്നത്. ഒന്ന്, SSLCക്ക് 10ാം ക്ലാസ് ഫുൾ A+ കിട്ടിയ കുട്ടികൾ, അതേപോലെ തന്നെ +2-ന് ഫുൾ A+ കിട്ടിയ കുട്ടികൾ, അതുപോലെ തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പൊതു പരീക്ഷയിൽ +2 നേടിയ കുട്ടികൾ. അതിനുശേഷം ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സദസ്സിൽ തന്നെ മറ്റുള്ള എല്ലാവർക്കും മൊമെന്റോ ഉണ്ട് എന്ന് അറിയിക്കുകയാണ്. പരിപാടി ഫാത്തിമാനീത KPയുടെ മൊമെന്റോയാണ് ഇപ്പോൾ സാർ വിതരണം ചെയ്യുന്നത്. അടുത്തത്
ഓക്കെ, താങ്ക് യു സാർ. മറ്റുള്ളവർക്കുള്ള വിതരണം ഒറ്റവാക്കി നന്ദി പറഞ്ഞുകൊണ്ട് 3 സ്വലാത്തോടെ പിരിച്ചുവിടുന്നു. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു